ചങ്ങലകളിൽ പൂട്ടിയിട്ടും വൈദ്യുതാഘാതമേൽപ്പിച്ചും നടത്തിയ പരീക്ഷണങ്ങൾ, പ്രേതാലയങ്ങളായി മാറിയിട്ടുള്ള ആ ഇരുണ്ട ആശുപത്രികളുടെ രഹസ്യങ്ങൾ, ഒരു കാലത്ത് ചികിത്സ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് രോഗികൾ കയറിയിറങ്ങിയ വാതിലുകൾ, ഇന്ന് അവിടെ കേൾക്കുന്നത് കാറ്റിൻ്റെ മൂളൽ മാത്രമാണെന്ന് പലരും പറയുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ നിലവിളികൾ ചുവരുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിശ്വാസത്തിൽ ഇന്നും പലരും കാലുകുത്താൻ പോലും ഭയപ്പെടുന്ന കെട്ടിടങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു. മാനസിക രോഗികളെ സുഖപ്പെടുത്തുവാനെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ആശുപത്രികൾ എങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും ഭീകരമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് മാറി എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ വരുന്നത് തന്നെ. ചികിത്സയുടെ പേരിൽ മനുഷ്യരെ വെള്ളത്തിൽ മുക്കിയും അതേപോലെ തന്നെ വൈദ്യുതാഘാതമേൽപ്പിച്ചും ചങ്ങലകളിൽ ബന്ധിച്ചും പരീക്ഷണങ്ങൾക്ക് ഇരയാക്കിയും ഇരുന്ന ആ ഇരുണ്ട കാലത്തിൻ്റെ കഥയാണ് ലോകത്തെ ഇന്നും ഞെട്ടിക്കുന്നത്. ആ കഥയിലേക്കാണ് നമ്മളിന്ന് എത്തിനോക്കാൻ പോകുന്നത്. കഥ എങ്ങനെ? ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ മാനസികാരോഗ്യ ചികിത്സയെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ഇന്നത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. മാനസികാരോഗം ബാധിച്ചവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും അതേപോലെ തന്നെ സാധാരണ ആശ്രയ കേന്ദ്രങ്ങളിലോ ജയിലുകളിലോ പാർപ്പിക്കുകയും ചെയ്തതായിരുന്നു അന്നത്തെ ഒരു പതിവ് തന്നെ. അവിടെ അവർക്ക് ചികിത്സയേക്കാൾ കൂടുതൽ ലഭിച്ചിരുന്നത് അവഗണനയും അപമാനവും ശാരീരികമായിട്ടുള്ള പീഡനവുമായിരുന്നു. ഈ സാഹചര്യം മാറ്റണമെന്ന് കരുതിയ ചില ഡോക്ടർമാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും മാനസിക രോഗികൾക്കായിട്ട് പ്രത്യേക ആശുപത്രികൾ സ്ഥാപിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചു. അന്നത്തെ കാഴ്ചപ്പാടിൽ ഈ സ്ഥാപനങ്ങൾ വളരെ പുരോഗമനപരമായിട്ടുള്ള പദ്ധതികളായിരുന്നു എന്നുള്ളതാണ്. വിശാലമായിട്ടുള്ള ഭൂമിയിൽ കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും വിനോദ സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി രോഗികൾക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാകുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷം രോഗികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുമെന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെ ഒരു വിശ്വാസം തന്നെ. മാത്രമല്ല ചികിത്സയും അതേപോലെ തന്നെ പരിചരണവും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സുരക്ഷിത കേന്ദ്രങ്ങളായിട്ട് ഈ ആശുപത്രികളെ രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത്. എന്നാൽ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഈ സംരംഭങ്ങൾ വൈകാതെ തന്നെ മറ്റൊരു ദുരന്തമായിട്ട് മാറി. രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചതോടുകൂടിയിട്ട് ആശുപത്രികൾ അമിതമായിട്ടുള്ള തിരക്കിലാവുകയും ചെയ്തു. ആവശ്യത്തിന് ധനസഹായം ലഭിക്കാതെ വന്നതും യോഗ്യതയുള്ള ജീവനക്കാരുടെ കുറവും സ്ഥിതി കൂടുതൽ വഷളാക്കി. മാനസികാരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ അറിവ് പരിമിതമായിരുന്ന ആ കാലഘട്ടത്തിൽ രോഗികളെ ചികിത്സിക്കുന്നതിൻ്റെ പേരിൽ നടപ്പാക്കിയിട്ടുള്ള പല രീതികളും ഇന്ന് മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നവയാണ്. അന്നത്തെ രോഗികളെ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്തു വന്നിരുന്നത്, അതായത് മഞ്ഞിൻ വെള്ളത്തിൽ, നല്ല തണുത്തുറഞ്ഞ മഞ്ഞ് വെള്ളത്തിൽ മണിക്കൂറുകളോളം മുക്കി നിർത്തൽ, വൈദ്യുതാഘാതം ഏൽപ്പിക്കൽ, അതേപോലെ തന്നെ രക്തം ഒഴുക്കൽ, ശരീരം ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ജാക്കറ്റുകൾ ബന്ധിപ്പിക്കൽ, മാത്രമല്ല ശക്തമായിട്ടുള്ള മയക്കുമരുന്നുകൾ നിർബന്ധിച്ച് നൽകൽ, തലച്ചോറിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന ലാബോറട്ടറി ശസ്ത്രക്രിയകൾ തുടങ്ങിയവ പല ആശുപത്രികളിലും പതിവായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഡോക്ടർമാർക്ക് ഇവ ചികിത്സാ രീതികളാണെന്ന് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇവയിൽ പലതും ക്രൂരവും ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്തതുമായിട്ടുള്ള നടപടികളാണെന്നുള്ളത് തെളിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ തന്നെ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊന്നായിരുന്നു അമേരിക്കയിലെ പെൻസിൽവാനിയ സംസ്ഥാനത്തെ ഒരു ബൈബറി സ്റ്റേറ്റ് ആശുപത്രി എന്ന് പറയുന്നത്. ഏതാണ്ട് 1903 കൃഷിയുമായി ബന്ധപ്പെട്ട ചികിത്സാ മാതൃകയിൽ ആരംഭിച്ച ഈ സ്ഥാപനം തുടക്കത്തിൽ പ്രതീക്ഷയുടെ ഒരു പ്രതീകമായിരുന്നു. എന്നാൽ ഏതാണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയും ആശുപത്രിയുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. ഏതാണ്ട് ആവശ്യത്തിന് പരിശീലനം ലഭിച്ചിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്താനാകാത്തതിനാൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസമില്ലാത്തവരെയും ആശുപത്രിയിൽ നിയമിച്ചു എന്നുള്ളതാണ്. മാനസിക രോഗികളെ കൈകാര്യം ചെയ്യാനുള്ള അറിവോ പരിശീലനമോ ഇല്ലാത്ത പല ജീവനക്കാരും പിന്നീട് രോഗികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതായിട്ട് അന്വേഷണങ്ങളിൽ കണ്ടെത്തി. 1919
2 ജീവനക്കാർ ഒരു രോഗിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം വലിയ വിവാദമായിട്ട് മാറുകയും ചെയ്തു. അവർ കുറ്റം സമ്മതിച്ചിട്ടും ആശുപത്രി ഭരണകൂടം അവരെ പുറത്താക്കാതെ ജോലി തുടരാൻ അനുവദിച്ചതും പിന്നീട് വലിയ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി എന്നുള്ളതാണ്. അങ്ങനെ ബൈബറിയിലെ അതിക്രമങ്ങൾ അത് വർഷങ്ങളോളം തുടർന്നു. രോഗികൾ തമ്മിലുള്ള ആക്രമങ്ങളും പതിവായിരുന്നു. ഒരു രോഗി മറ്റൊരാളെ മൂർച്ചയുള്ള സ്പൂൺ ഉപയോഗിച്ച് ആക്രമിച്ചതായും പിന്നീട് ഒരു വനിതാ രോഗിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം പുറത്തു വന്നു. ആശുപത്രിയിൽ നടന്ന മരണങ്ങളുടെയും അതേപോലെ തന്നെ കാണാതായിട്ടുള്ള രോഗികളുടെയും വിവരങ്ങൾ പിന്നീട് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെ ഈ സ്ഥാപനം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഇവിടെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന മെഡിക്കൽ പരീക്ഷണങ്ങളും വലിയ തോതിൽ വിവാദമായിട്ട് മാറി എന്നുള്ളതാണ്. ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ രോഗികളിൽ മതിയായിട്ടുള്ള വിവരാവബോധമുള്ള സമ്മതം കൂടാതെ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ആരോപണങ്ങളിലെ എല്ലാ വിശദാംശങ്ങളും പിന്നീട് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആശുപത്രിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചിട്ടുള്ള നിരവധി അന്വേഷണങ്ങൾ പൊതുജന അഭിപ്രായം മാറ്റിമറിച്ചു എന്നുള്ളതാണ്. 1946 അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ അത് ബൈബറി ആശുപത്രിയിലെ ദയനീയ സാഹചര്യങ്ങൾ ലോകത്തിനു മുന്നിലെത്തിച്ചു. വർഷങ്ങളായിട്ടുള്ള വിമർശനങ്ങൾക്കൊടുവിൽ പെൻസിൽ വാലിയിൽ നിന്ന് അതായത് സർക്കാർ ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും 1990 ആശുപത്രി പൂർണ്ണമായിട്ടും പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ആ കെട്ടിടം തകർന്ന നിലയിൽ നിലകൊള്ളുമ്പോൾ ഒരു കാലത്ത് അവിടെ നടന്ന ദുരന്തങ്ങളുടെ നിശബ്ദ സാക്ഷിയായിട്ട് അത് തുടരുക തന്നെയാണ്. എന്തിനധികം പറയുന്നു, ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്തെ ബീച്ച് വർത്ത് അസൈലവും സമാനമായിട്ടുള്ള ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ്. ഏതാണ്ട് 1867 ഒരു കുന്നിൻ മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ആശുപത്രി ഉയർന്ന പ്രദേശത്തെ ശുദ്ധവായു രോഗികളെ സുഖപ്പെടുത്തുമെന്നായിരുന്നു ഒരു വിശ്വാസം തന്നെ. പിന്നീട് ഇത് രാജ്യത്തെ ഏറ്റവും വലിയ മാനസിക രോഗ ആശുപത്രികളിൽ ഒന്നായിട്ട് വളർന്നു എന്നുള്ളതാണ്. ഒരു സമയത്ത് ഏതാണ്ട് 1200-ലധികം രോഗികളും 700 ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് രേഖകൾ പറയുന്നു. ബീച്ച് വർത്തിലെയും ചികിത്സാ രീതികൾ പിന്നീട് വലിയ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. രോഗികളെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കുകയും സ്ട്രെയിറ്റ് ജാക്കറ്റുകൾ ധരിപ്പിക്കുകയും വൈദ്യുതാഘാത ചികിത്സകൾ കൂട്ടമായിട്ട് നടത്തുകയും ചെയ്തിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ഇവയിൽ പലതും ഇന്ന് അംഗീകരിക്കപ്പെടാത്ത രീതികളാണ്. 1995 അടച്ചുപൂട്ടിയതിന് ശേഷം ഈ കെട്ടിടത്തെ ചുറ്റിപ്പറ്റി നിരവധി പ്രാദേശിക കാഴ്ചകളും പ്രേതവിശ്വാസങ്ങളും രൂപപ്പെട്ടു. മുൻ നേഴ്സുമാരെയും രോഗികളെയും സംബന്ധിച്ച അനുഭവങ്ങൾ ചിലർ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇവയ്ക്ക് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരുവിധ തെളിവുകളുമില്ല. എന്നിരുന്നാലും ഒരു കെട്ടിടം ചരിത്രപരവും വിനോദസഞ്ചാരപരവുമായിട്ടുള്ള കൗതുക കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആശുപത്രികളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് ഒരു വലിയ പാഠമാണ് എന്നുള്ളതാണ്. ലോകത്തിന് നൽകുന്നത് അത് തന്നെയാണ്. മാനസിക രോഗം ഒരു കുറ്റമോ അല്ലെങ്കിൽ ശാപമോ അല്ലെന്നും ശാസ്ത്രീയവും മനുഷ്യ സൗഹൃദപരമായിട്ടുള്ള ചികിത്സയാണ് രോഗികൾക്ക് വേണ്ടതെന്നും ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ചികിത്സയുടെ പേരിൽ നടന്നിട്ടുള്ള ക്രൂരതകൾ മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം ലോകത്തെ പഠിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ ആശുപത്രികളുടെ തകർന്ന ചുവരുകളും ശൂന്യമായിട്ടുള്ള ഇടനാഴികളും വെറും പ്രേതകഥകളുടെ വേദികളല്ല എന്നുള്ളതാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആവർത്തിക്കരുതാത്ത തെറ്റുകളുടെ നിശബ്ദ സ്മാരകങ്ങളായാണ് അവ നിലകൊള്ളുന്നത്.